പിടിച്ചൊക്കെ അങ്ങോട്ട് നിർത്തിക്കൊണ്ടേ ഇങ്ങനെ മുട്ടും വെച്ചങ്ങ് ഇടിക്കും. ഞാൻ അയ്യോ അയ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പ്രത്യേകം തൊഴിയാണ്. അവൻ്റെ കാലിൻ്റെ പാദം വീണങ്ങ് തൊഴിയിക്കുക. എന്നെ അവന് കൊല്ലണം, ഞാൻ ജീവിക്കാൻ അവൻ സമ്മതിക്കുകയല്ല. അല്ലേ അവൻ ചോദിക്കുമ്പോൾ ഞാൻ കാശ് കൊടുക്കണം. എനിക്ക് കാശ് കൊടുക്കാനുണ്ടോ? റബ്ബർ വെട്ടുന്ന കത്തി എടുത്തുകൊണ്ട് വന്നതാ ഇങ്ങനെ അങ്ങോട്ട് തൊലിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഈ കത്തി ഞാൻ കുരവളയ്ക്ക് ഇറക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരുമകൾക്ക് ഇവരോട് എന്താണ് പ്രത്യേകിച്ചൊരു താല്പര്യം വരേണ്ട കാര്യം? അവരെ സംബന്ധിച്ച് ഇവരൊരു അന്യ സ്ത്രീ മാത്രമാണ്. ഒരു സ്വന്തം ആൺമക്കൾ സ്നേഹിക്കാത്ത ഒരമ്മയെ ഒരു മരുമക്കളും സ്നേഹിക്കില്ല. കാരണം അവർക്ക് ഈ ഭർത്താവിലൂടെയാണ് ഈ ബന്ധം ഉണ്ടാകുന്നത്. ഭർത്താവിന് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയെ അവരും സ്വാഭാവികമായിട്ടും താല്പര്യപ്പെടില്ല. ആണുങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ആൺമക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് ഉള്ള രീതി പറയാതെ അത് ഭാര്യമാരുടെ മണ്ടയ്ക്കോട്ട് ആ കുറ്റം ഏൽപ്പിക്കുന്ന ഒരു രീതി ഒരുപാട് പുരുഷന്മാരും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ഒരു കാര്യം ഒരാൾ രഹസ്യമായിട്ട് ചെയ്യണമെന്ന് കണ്ടാൽ അത് പരസ്യം ആകത്തില്ല. രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് ചെയ്യാൻ എത്ര മാർഗങ്ങളുണ്ട്. അപ്പം രഹസ്യമായിട്ടല്ല അത് അവൻ്റെ ഭാര്യ കാണണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. പിന്നെ അമ്മ മനസ്സിലാക്കണം, ഭാര്യയാണ് കുഴപ്പക്കാരി, അവളാണ് സമ്മതിക്കാത്തതെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാണ് അവനത് ഇട്ടുകൊടുത്തത്. അതുകൊണ്ടാണത് ഭാര്യ കണ്ടത്. പിന്നെ വഴക്കിടുന്നത്, വീടിനകത്ത് ഭാര്യയും ഭർത്താവും കൂടെ ഇടുന്ന വഴക്ക് പുറത്ത് ഇവർ കേട്ടെങ്കിൽ അതിലും വേണമെങ്കിൽ ഒതുക്കി കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അത് പുറത്ത് അമ്മ കേട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അമ്മയെ ബോധ്യപ്പെടുത്തണം, ഭാര്യയാണ് കുറ്റക്കാരി, ഞാനല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഒരു സാധാരണ യുക്തിയിലുള്ള ഒരു അമ്മമാരൊക്കെ അത് കേട്ടാലും വിശ്വസിക്കുക, എൻ്റെ മോമല്ല നല്ലവനാണ്, ഭാര്യയാണ് കുഴപ്പക്കാരി എന്ന് ചിന്തിക്കുകയും ചെയ്യും. ഈ ഭാര്യമാർക്ക് എന്താണ് ഈ ഒരു സ്ത്രീ, അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു അന്യ സ്ത്രീയാണ്, അവരോട് ഇത്ര താല്പര്യം വരേണ്ട കാര്യം? ഈ മക്കളല്ലേ അത് ചെയ്യേണ്ടത്, ഈ മക്കളല്ലേ അവരോട് ഒരു ആത്മാർത്ഥത കാണിക്കേണ്ടത്. പുരുഷാധിപത്യത്തിൻ്റെ ഒരു തന്ത്രമാണ് സ്വന്തം തെറ്റുകൾ അല്ലെ സ്വന്തം തൻ്റെ ഇടമില്ലായ്മ ഇതൊക്കെ മറ്റുള്ളവരുടെ മണ്ടയിലോട്ട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനത്തിൻ്റെ, അതായത് ഇപ്പം പുരുഷന്മാർ പലരും വന്ന് ഉപദ്രവിക്കുമ്പോൾ അവൻ മദ്യത്തിൻ്റെ പുറത്തായിരുന്നു, അല്ലെങ്കിൽ കൊന്നു കഴിയുമ്പോൾ അവന് ഭ്രാന്തായിരുന്നു, അവൻ മദ്യത്തിൻ്റെ പുറത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു സ്വഭാവം സമൂഹത്തിൽ പൊതുവെ കാണുന്നുണ്ട്. അതായത് അത് വലിയൊരു തെറ്റാണ്. അവർക്ക് പുരുഷന്മാരെന്ത് തെറ്റ് ചെയ്താലും അവരെ കുറ്റക്കാരാക്കി കാണുന്ന ഒരു രീതിയില്ല. പകരം അവർക്ക് എന്തെങ്കിലും ഒരു ഇരയെ ഇട്ട് കൊടുക്കുക, അവരെ ഒന്ന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്.